യുവർ വേദാസ് അക്കാദമി യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കെമിസ്ട്രിയുടെ 10th കെമിസ്ട്രിയാണ്, സ്റ്റേറ്റ് ബോർഡിൻ്റെ. അപ്പം ഫസ്റ്റ് ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് 2 വോളിയമായിട്ടായിരിക്കും, വോളിയം 1ഉം വോളിയം 2. വോളിയം 1-നകത്ത് നിങ്ങൾക്കുള്ളത് 3 ചാപ്റ്ററും വോളിയം 2-നകത്ത് നിങ്ങൾക്കുള്ളത് 4 ചാപ്റ്ററും. വോളിയം 1-നകത്ത് ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ്, എന്താണ് പീരിയോഡിക് ടേബിൾ. സെക്കൻഡ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. തേർഡ്, പഠിക്കാനുള്ളത് വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഫോർത്ത് വൺ ഉള്ളത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പഠിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണം, വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്താണെന്ന് അറിയണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ എന്താണെന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നോക്കാം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ, പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾ ബേസിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എങ്കിൽ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ടാബുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വരികളിലും നിരകളിലുമായിട്ട് നമ്മൾ എലമെൻസിനെ ഒരു ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അപ്പം ഇതിന് വരികളും ഉണ്ട്, നിരകളും ഉണ്ട്. എന്താണ് ഈ വരികളും നിരകളും? നമുക്കറിയാം, അസംബ്ലി സമയത്ത് നമ്മുടെ പറയും വരിയായിട്ട് നിൽക്കാൻ പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? വരി അല്ലെങ്കിൽ നമ്മളതിനെ റോ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? ഈ ലൈൻസിനെ നമ്മൾ കോളം അല്ലെങ്കിൽ നിര എന്ന് പറയും. അപ്പം വരികളിലും നിരകളിലുമായിട്ട് നമ്മൾ എലമെൻസിനെ അടുക്കി വെച്ചിരിക്കുന്നതിന് പീരിയോഡിക് ടേബിൾ എന്ന് പറയും. അപ്പോൾ പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ സ്ട്രക്ചർ ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൻറി മോസ്ലി ആണ് ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ നമുക്ക് തന്നത്. എന്ന് പറഞ്ഞാൽ ഹെൻറി മോസ്ലി പറഞ്ഞത് പീരിയോഡിക് ടേബിളിനെ അതിൻ്റെ അറ്റോമിക് നമ്പറിൽ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അറ്റോമിക് നമ്പറിൽ പീരീഡിനെ അല്ലെങ്കിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എന്ത് പറയാം? പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അപ്പോൾ നമ്മളറിയണം എന്താണ് പീരിയോഡിക് ടേബിൾ, എന്താണ് അറ്റോമിക് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താണെന്ന് പറയാം? നമുക്ക് അറ്റോമിക് നമ്പറാന്ന് പറയാം. പിന്നെ ഒന്നും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, ഈസിക്കൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസിക്കൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസിക്കൽ ടു അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോണിനും നമ്പർ ഓഫ് ഇലക്ട്രോണിനും തുല്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടുന്നത്, ഞാൻ പറഞ്ഞു റോ ഉണ്ട്, കോളം ഉണ്ട്. അപ്പോൾ എത്ര റോസ് ഉണ്ട്, എത്ര കോളം ഉണ്ട്? അപ്പോൾ നമ്മൾ റോയെ നോക്കുന്നത് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ പീരീഡായിട്ട് കൺസിഡർ ചെയ്യും റോസിനെ. കോളംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ റോസിനെ നമ്മൾ പീരീഡായിട്ടും കൺസിഡർ ചെയ്യും, കോളംസിനെ നമ്മൾ ഗ്രൂപ്പായിട്ടും കൺസിഡർ ചെയ്യും. അപ്പം ടോട്ടൽ നമ്മൾ 18 ഗ്രൂപ്പും ഉണ്ട്, 7 പീരീഡും ഉണ്ട്. പീരിയോഡിക് ടേബിൾ അറിയാലോ, സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ
സ്ട്രക്ചർ ദേ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ക് കുറേ കോളമുണ്ട്, ഇത് കണക്ക് കുറേ റോസ് ഉണ്ട്. അപ്പം ഇത് 7 റോ കാണും അല്ലേ? അപ്പോൾ 1 2 3, ഇത് 18 എണ്ണം കാണും. ഇത് നമ്മൾ ഇതാണ് നമ്മുടെ എന്ത് പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചർ. നമുക്ക് പീരിയോഡിക് ടേബിളിനകത്ത് 4 ബ്ലോക്കാണുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. എസ്, പി, ഡി ആൻഡ് എഫ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മൂലകങ്ങളെന്ന് പറയും. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മൂലകങ്ങളെന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നതാണ് ആൽക്കലൈൻ എർത്ത് മൂലകങ്ങളെന്ന് പറയും. എർത്ത് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ആൽക്കലി മൂലകങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 1 മുതൽ 12 വരെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. 13ാമത്തത് ബോറോൺ കുടുംബം അല്ലെങ്കിൽ നമ്മൾ ബോറോൺ ഫാമിലി എന്ന് പറയും. 14 കാർബൺ കുടുംബം അല്ലെങ്കിൽ കാർബൺ ഫാമിലി. 15 നൈട്രജൻ കുടുംബം അല്ലെന്നുണ്ടെങ്കിൽ നൈട്രജൻ ഫാമിലി. 16 ഓക്സിജൻ കുടുംബം. ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ടേബിൾ പറയുമ്പോൾ പറയുന്നുണ്ട്. 17 നമ്മൾ ഹാലോജനുകൾ എന്ന് പറയും. 18 സീറോ ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. 3 തൊട്ട് 12 വരെയുള്ള മൂലകങ്ങളെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. 13ാമത്തേനെ ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി. 14 കാർബൺ കുടുംബം അല്ലെങ്കിൽ കാർബൺ ഫാമിലി. 15 നൈട്രജൻ കുടുംബം അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലി. 16 ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ഓക്സിജൻ ഫാമിലി എന്ന് പറയും. 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഹാലോജൻസ് എന്ന് പറയും. 18നെ അലസവാതകങ്ങളെന്ന് പറയും. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്ക്, അത് കണക്ക് തന്നെ ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ ബ്ലോക്ക് പറഞ്ഞ് 4 ബ്ലോക്ക് ഉണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കൂടി, ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെയും നമുക്ക് എന്ത് പറയാം? എസ് ബ്ലോക്ക് എന്ന് പറയും. ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എന്ന് പറയും. 3 to 12 വരെ ഞാൻ പറഞ്ഞു സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞേ. ഇത് നമുക്ക് എന്ത് ബ്ലോക്ക് എന്ന് പറയാം? ഡി ബ്ലോക്ക് എന്ന് പറയും. എന്ത് ബ്ലോക്ക്? അത് ഡി ബ്ലോക്കിൽ കൺസിഡർ ചെയ്യാം. 13 തൊട്ട് 18 വരെയുള്ള എലമെൻറ്റ്സിനെ നമുക്ക് പി ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എഫ് ബ്ലോക്ക് എവിടെയെന്നാവും അല്ലേ? എഫ് ബ്ലോക്ക് ഞാൻ പറയാം. അപ്പോൾ 1ഉം 2ഉം എസ് ബ്ലോക്ക്, 3 to 12 ഡി ബ്ലോക്ക് പോവും, 13 to 18 പി ബ്ലോക്കിൽ പോവും. ഇനി എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കുന്ന പോലെ തന്നെ നമ്മുടെ എലമെൻറ്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 6ാമത്തെ പീരീഡിലെയും 7ാമത്തെ പീരീഡിലെയും കുറേ എലമെൻറ്റ്സിനെ താഴെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷെൽഫിലാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. 6ാമത്തെ പീരീഡിലെയും 7ാമത്തെ പീരീഡിലെയും. 6ാമത്തെ പീരീഡിൽ 57ാമത്തെ എലമെൻ്റായ ലന്താനം
ലന്താനം കഴിഞ്ഞ് വരുന്ന എലമെൻസിനെ 14 എലമെൻസിനെ താഴെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ആക്കിയിട്ടുണ്ട് 14 എലമെൻസിന്. അത് കഴിഞ്ഞ് വരുന്നത് 7ാമത്തെ പീരീഡിലെ 89ാമത്തെ അറ്റോമിക് നമ്പറുള്ള ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 എലമെൻസിനെ താഴെ കൊണ്ടുവന്ന് ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് ബ്ലോക്ക്. അപ്പം ഈ 6ാമത്തെ പീരീഡിൽ നിന്ന് വന്നതിനെ നമ്മൾ ലാന്തനോയിഡ്സ് എന്നും 7ാമത്തെ പീരീഡിൽ നിന്ന് കൊണ്ടുവന്നതിനെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്നും പറയും. അപ്പോൾ എഫ് ബ്ലോക്കിൽ എന്താണെന്ന് പറയാം. എഫ് ബ്ലോക്കിൽ ലന്താനം കഴിഞ്ഞ് വരുന്നതും ആക്ടീനിയം കഴിഞ്ഞ് വരുന്നതും രണ്ടെണ്ണം. എന്താ പറഞ്ഞാൽ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സിനെ നമ്മൾ കോമൺലി ചേർത്ത് ഒരു ഷെൽഫിലാക്കി അതിനെ നമ്മൾ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പീരിയോഡിക് ടേബിളിനകത്ത് പറയാൻ വേണ്ടി നമുക്ക് നിലവിലിപ്പം 18 മൂലകങ്ങളാണ് ഷെൽഫിൽ അറേഞ്ച് ആക്കി വെച്ചിരിക്കുന്നത്. 1 തൊട്ട് 94 എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോണിയം വരെയുള്ളത് നാച്ചുറലി സിന്തസൈസ്ഡും 95 മുതൽ 118 വരെ ഉള്ളത് നമ്മൾ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത് 118ാമത് എലമെന്റ് ഓർഗനസോൺ ആണ് കേട്ടോ. ഓർഗനസോൺ OG. ഒരു ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓർഗനസോണാണ് നമ്മൾ 118ാമത്തെ എലമെൻറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്ത് ടാബുലാർ അറേഞ്ച്മെൻ്റ് ആണ്. അറ്റോമിക് നമ്പറിൻ്റെ വയസ്സിലാണ്, അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിലായിരിക്കും നമ്മൾ ആറ്റങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ 1, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, അങ്ങനെ പോകും. അപ്പം അതാണ് എന്ത് അറ്റോമിക് നമ്പർ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതേ കണക്ക് തന്നെ ഞാൻ പറഞ്ഞു 18 പീരീഡ് ഉണ്ട്. ഇതാണ് കോളം. ഈ കാണുന്നതാണ് കോളം. ഇത് റോ. അപ്പോൾ ഇത് വരി, ഇത് നിര. അപ്പം വരികളിലും നിരകളിലായിട്ട് ആ എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂലകങ്ങളെ അടുക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്കുള്ളത് 18ാമത്. ഇതാണെന്ന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ്. ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 to 12 വരെ എന്ത് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. 13ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ബോറോൺ ഫാമിലി, 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്ന് പറയും, 15നെ നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് പറയും, 16നെ ഓക്സിജൻ ഫാമിലി എന്ന് പറയും, 17നെ ഹാലോജൻസ് എന്ന് പറയും. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നും പറയും. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ബോറോൺ ആയതുകൊണ്ടാണ് ബോറോൺ ഫാമിലി എന്ന് പറയുന്നത്. ഇത് കാർബണിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാർബൺ ഫാമിലി എന്ന് പറയും. 15ാമത്തെ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് എലമെന്റ് നൈട്രജൻ ആയതുകൊണ്ട് ആ ഗ്രൂപ്പിനെ നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് പറയും. 16th ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ് ഓക്സിജൻ ആയതുകൊണ്ട് അതിനെ ഫുള്ള് നമ്മൾ ഓക്സിജൻ ഫാമിലി എന്നും പറയും. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെയും കൂടി ചേർത്ത് നമ്മൾ എസ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. 13 to 18 വരെ നമ്മൾ പി ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. 3 to 12 വരെ ഉള്ളതിന് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പേരിൽ അറിയപ്പെടും. ഇനി 6ാമത്തെ പീരീഡിലെ 57ാമത്തെ എലമെന്റ് ആയ ലന്താനം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങളെ നമ്മൾ താഴെ കൊണ്ടുവന്ന് ഷെൽഫിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 7ാമത്തെ പീരീഡിലെ 89ാമത്തെ അറ്റോമിക് നമ്പറായ ആക്ടീനിയം, അത് കഴിഞ്ഞുള്ള 14 എലമെന്റ്സിനെയും താഴെ ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 28 എലമെന്റ്സിനെ നമ്മൾ എഫ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. എഫ് ബ്ലോക്ക്. അപ്പൊ ലന്താനം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്നും ആക്ടീനിയം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങളെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്നും പറയും. അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാന്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നും പറയാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് മെറ്റൽസ് എല്ലാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലും നോൺ മെറ്റൽസ് എല്ലാം മെയിൻലി റൈറ്റ് സൈഡിലും ആയിരിക്കും. മെറ്റൽസ് റൈറ്റ് സൈഡിലും മെറ്റൽസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും നോൺ മെറ്റൽസ് എല്ലാം റൈറ്റ് സൈഡിലും ആയിരിക്കും അറേഞ്ച് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഇതുകൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. മെയിൻ ടോപ്പിക് ഒന്നുമല്ല, സബ് ടോപ്പിക്കാണ് ആറ്റം. അപ്പോൾ ആറ്റത്തിലേക്ക് പോവാം. എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്മാളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ക്ലീവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആറ്റത്തിനെ ഡിഫൈൻ ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്.
ജോൺ ഡാൾട്ടൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആരുടെ ആറ്റം മോഡലാണെന്ന് ചോദിച്ചാൽ ബോർ ആറ്റം മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബോർ ആറ്റം മോഡൽ, ബോറിൻ്റെ മോഡലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ആറ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പം ഒരു ആറ്റത്തിന് എന്തൊക്കെ കാണുന്ന പറഞ്ഞത്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. അപ്പോൾ ഇതെല്ലാം ചാർജുള്ള കണികകളാണെന്ന് പറയാം, ചാർജ് കാണുമെന്ന് പറയാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് P വെച്ച് നമുക്ക് നോക്കാം, പോസിറ്റീവ് ചാർജ്. പിന്നുള്ള ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. ന്യൂട്രോൺ N ആയതുകൊണ്ട് നോ ചാർജ്. ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, N ആയതുകൊണ്ടല്ല. ഞാൻ ഈ ന്യൂട്രോണിൻ്റെ N ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നോ ചാർജ് എന്ന് പറഞ്ഞു. പ്രോട്ടോണിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ P ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പോസിറ്റീവ്ലി ചാർജ്. പോസിറ്റീവ്ലി നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്, അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇലക്ട്രോണിന് എന്ത് ചാർജ്? ഇനിയൊരു ചാർജേ ഉള്ളൂ, നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആറ്റം നമ്മുടെ ഈ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബോർ ആറ്റം മോഡലാണ്. ഈ ബോർ ആറ്റം മോഡൽ കൊണ്ടുവന്നത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ആറ്റം കൺസിസ്റ്റ് ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ പ്രോട്ടോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, ന്യൂട്രോണിന് നോ ചാർജ്. ഇനി അദ്ദേഹം പറഞ്ഞ മോഡൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ മോഡൽ ഒരു ആറ്റത്തിനൊരു സെൻറ്ററുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സെൻറ്ററുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോൺസ് എന്താണ്? ഒരു പർട്ടിക്കുലർ ഇതിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ആര് പറഞ്ഞത്? ബോർ പറഞ്ഞത്. അദ്ദേഹം ഈ റിവോൾവ് ചെയ്യുന്ന ഇതിനെ അദ്ദേഹം ഷെൽ എന്ന് വിളിച്ചു. ഈ പോയിന്റിനെ റിവോൾവ് ചെയ്യുന്ന ആ പോയിന്റിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഷെൽ എന്ന് വിളിച്ചു. അപ്പം ആറ്റത്തിനുള്ളിൽ ഒരു കോൺസെൻട്രിക് സെൻറ്റർ ഉണ്ട്, ആ സെൻറ്ററിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ്. അപ്പം ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നാണ് ബോർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായിരിക്കും? അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇതിന് നോ ചാർജാണ്, ഇതിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് ന്യൂട്രലി എന്താണെന്ന് പറയാം? ഒരു ന്യൂക്ലിയസ് എന്ത് ചാർജ് ആയിരിക്കും എന്ന് പറയാം? ന്യൂക്ലിയസിൻ്റെ ചാർജ് അപ്പോൾ എന്താണെന്ന് പറയാം? പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എന്തുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ, അതറിയാലോ. പോസിറ്റീവ് നെഗറ്റീവായിട്ട് അട്രാക്ട് ചെയ്യും, പോസിറ്റീവാണ് റിപ്പൽ ചെയ്യും, നെഗറ്റീവാണ് റിപ്പൽ ചെയ്യും. സെയിം ചാർജ് റിപ്പൽ ചെയ്തേക്കും, ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്തേക്കും. ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യും, സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ്, അതുകൊണ്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാം? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറയാം അല്ലേ? ഇവിടെ എന്തുണ്ടെന്ന് പറയാം? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ആകർഷണ ബലം. എന്താണ് ആകർഷണ ബലം എന്ന് അറിയാമായിരിക്കുമല്ലോ. എന്താണ് ആകർഷണ ബലം? ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്ത് നിൽക്കാനുള്ളൊരു കഴിവ്, അതാണ് എന്ത്? ആകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഷെല്ല്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരികയാണ്. ഷെല്ല് എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനെ അദ്ദേഹം ഷെല്ലെന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ ഇതിനെ അദ്ദേഹം ഷെല്ലെന്ന് വിളിച്ചു. ഇനി ഇതിപ്പം ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്, ഇത് തേർഡ് ഷെല്ല് അല്ലേ? തേർഡ് ഷെല്ല്, ഇതെന്ത് ഷെല്ല്? ഫോർത്ത് ഷെല്ല്. അപ്പോൾ ഇത് N1 ആണെന്ന് പറയാം, ഇത് N2 ആണെന്ന് പറയാം, ഇത് N3 ആണ്, ഇത് N4 ആണ്. അപ്പോൾ N1 ആയിക്കഴിഞ്ഞാൽ KLMN. നിങ്ങളെപ്പോഴും ഷെല്ല് ഡിനോട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഷെല്ല് ഡിനോട്ട് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഷെല്ല് നിങ്ങൾ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ N1 ആയിക്കഴിഞ്ഞാൽ K ഷെല്ലായിരിക്കും, N2 ആയിക്കഴിഞ്ഞാൽ L ഷെല്ലായിരിക്കും, N3 ആയിക്കഴിഞ്ഞാൽ M ഷെല്ലായിരിക്കും, N4 ആയിക്കഴിഞ്ഞാൽ N ഷെല്ലായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മുമ്പ് എന്ത് പറഞ്ഞത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കുമോ? എന്നുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ?
ഇവർ തമ്മിൽ നല്ല ക്ലോസ് അല്ലേ, അപ്പോൾ അട്രാക്ഷൻ കൂടി നിൽക്കുകയല്ലേ ചെയ്യുന്നത്, അടുത്ത് നിൽക്കുന്ന ആൾ കൂടി നിൽക്കും. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവർ തമ്മിൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ കെയ്ക്കായിരിക്കും കൂടുതൽ, കെയ്ക്ക് ഹൈ ആയിരിക്കും. എന്തിന് കുറവായിരിക്കും? എന്നിനായിരിക്കുമോ കുറവ്, എമ്മിനായിരിക്കും കുറവ്? എന്നിനായിരിക്കും ഏറ്റവും ലോ. ആണോ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അട്രാക്ഷൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ആകർഷണ ബലം. ആകർഷണ ബലത്തിൻ്റെ കേസിൽ ആകർഷണ ബലം ഈ ന്യൂക്ലിയസോട്ട് അടുത്ത് നിൽക്കുന്നതിന് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് കെയ്ക്ക് കൂടുതലായിരിക്കും, എന്നിന് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇനി നമുക്ക് എനർജി പറയണം. എനർജി ലെവൽ പറയണം. എനർജി ലെവൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇങ്ങോട്ട് പോകും തോറും എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയല്ലേ ചെയ്യുന്നത്, അപ്പം എനർജി ലെവൽ കൂടുതലായിരിക്കും. ഇവിടുന്ന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതനുസരിച്ച് എനർജി ലെവൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതനുസരിച്ച് എനർജി ലെവൽ കൂടും. അപ്പം എനർജി ലെവൽ എന്തിനായിരിക്കും കൂടുതൽ? എന്നിനായിരിക്കും. എന്നിന് ഹൈ ആയിരിക്കും, കെയ്ക്ക് ലോ ആയിരിക്കും. അപ്പം ആ ലെവലൊന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എനർജി ലെവൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? കെയേക്കാളും കൂടുതലാണ് എല്ലിന്, എല്ലിനേക്കാളും കൂടുതലാണ് എമ്മിന്, എമ്മിനേക്കാളും കൂടുതലാണ് എന്നിന്. ആണോ? കെ ലെസ് ദാൻ എൽ ലെസ് ദാൻ എം ലെസ് ദാൻ എൻ. അപ്പം ഏറ്റവും ഹൈ എനർജി ആർക്കായിരിക്കും? എന്നിനായിരിക്കും. പറയാൻ പറ്റുമോ എന്നിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി എന്ന്? പറയാൻ പറ്റില്ലേ? അപ്പോൾ പുറത്തേക്ക് പോകുന്തോറും, ഒരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എനർജി ലെവൽ കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് 1 2 3 4 അപ്പം ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അപ്പം ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? പുറത്തേക്ക് പോകും തോറും. ഇപ്പം 5 ആയിക്കഴിഞ്ഞാൽ 5 ഉണ്ടെങ്കിൽ 5-നായിരിക്കും, 6 ഉണ്ടെങ്കിൽ 6-നായിരിക്കും. ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ നിൽക്കുന്ന, ഏറ്റവും പുറത്ത് നിൽക്കുന്ന ആരാണോ അവർക്കായിരിക്കും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? കെ ലെസ് ദാൻ എൽ ലെസ് ദാൻ എം ലെസ് ദാൻ എൻ. കെയേക്കാളും കൂടുതൽ എല്ല്, എല്ലിനേക്കാളും കൂടുതൽ എം, എമ്മിനേക്കാളും കൂടുതൽ എൻ, എനർജി ലെവലിൻ്റെ കേസിൽ. ഇനി നമുക്ക് ഒരു ചെറിയ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 4 ടോപ്പിക്ക് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് പീരിയോഡിക് ടേബിൾ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ഇനി അടുത്തത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, അതിന്ന് ഞാൻ എടുക്കുന്നില്ല. അപ്പം ഞാനൊരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് നിർത്തും. സബ്ഷെല്ലിന് മുമ്പ് നിങ്ങൾ മാക്സിമം ഇലക്ട്രോൺസും കൂടി അറിയണം. അപ്പോൾ കെ എൽ എം എൻ അല്ലേ? കെ എൽ എം എൻ. കെ എൽ എമ്മിനകത്ത് കെയുടെ N 1 ആണ്, N 2 ആണ്, N 3 ആണ്, N 4 ആണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ടിഫിൻ ബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബോട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഒരു ബോക്സ്, എന്ത് കാണും? മാക്സിമം അറ്റൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കാണും ഇല്ലേ? എന്തെടുത്തു കഴിഞ്ഞാലും കാണത്തില്ലേ? എന്തെടുത്തു കഴിഞ്ഞാലും നമുക്ക് മാക്സിമം അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി കാണും. അതേ കണക്കിന് നമ്മുടെ ഈ ഷെല്ലുകൾക്കും ഉണ്ട്. എന്തുണ്ട്? ഒരു മാക്സിമം ഇലക്ട്രോൺസിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2n² വെച്ചിട്ട് കണ്ടുപിടിക്കും. നമ്മുടെ ബോക്സോ അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കും. അതേ കണക്കിന് ഇവിടെ ഒരു റൂളുണ്ട്, 2n² റൂൾ എന്ന് പറയും. എന്ത് റൂള്? 2n² റൂൾ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n ആണ് എന്ത്? ഈ ഷെല്ലിൻ്റെ നമ്പർ. നമ്മുടെ ഷെൽ നമ്പറാണ് എന്ത്? ഈ n. അപ്പോൾ k വരുമ്പോഴത്തേക്കും 2 × 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. ഇനി n 2 ആകുമ്പോഴത്തേക്കും 2 × 2² വരും. അപ്പോൾ എത്ര വരും? 2 × 4. 2 × 4 എന്ന് പറഞ്ഞാൽ 8 വരും. ഇനി ഇവിടെ n 3 ആയതുകൊണ്ട് 2 × ഇവിടുത്തെ n എത്ര വരും? നമ്മുടെ ഇക്വേഷൻ 2n² ആണ്, n 3 വരും. അപ്പോൾ 2 × 3². അപ്പോൾ 2 × 9 = 18 വരും. ഇനി n = 4 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 × 4². 2 × 16 വരും, 32. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്നിന് ഇത് നമ്മുടെ ഷെല്ലിനകത്തേക്ക് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2n² റൂളിലായിരിക്കും. അപ്പോൾ കെയുടേത് 2 ആയിരിക്കും, എല്ലിൻ്റെത് 8 ആയിരിക്കും, എമ്മിൻ്റെത് 18 ആയിരിക്കും, എന്നിൻ്റെത് 32 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനിയാണ് നമുക്ക് പറയാനുള്ളത് സബ്ഷെൽ.
എന്താണ് സബ്ഷെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു നമ്മൾ പറയും ജില്ല, ഉപജില്ല അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്. അതേപോലെ തന്നെ ഷെല്ല്, സബ് ഷെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെല്ലിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സബ് ഷെൽ എന്ന് പറയാൻ പറ്റും. സബ് അതിൻ്റെ പാർട്ടാണ് സബ് ഷെൽ. അപ്പോൾ കേക്കുള്ളിൽ വരുന്നതാണ്, കേക്കും എല്ലിനും എമ്മിനും ഒക്കെ ഉള്ളിൽ വരുന്നതാണ് സബ് ഷെൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സബ് ഷെല്ല് നമുക്ക് മെയിൻലി ഉള്ളത് എസ്, പി, ഡി ആൻഡ് എഫ്, 4 സബ് ഷെൽ. നമുക്ക് മെയിൻലി നമ്മൾ ഷെല്ല് നമ്മൾ 4 എണ്ണ പറഞ്ഞത്, കെ, എൽ, എം, എൻ. അതേ കണക്ക് തന്നെ സബ് ഷെല്ലും ഉണ്ട് 4 എണ്ണം, എസ്, പി, ഡി, എഫ്. നമ്മൾ ഷെല്ല്, മെയിൻ ഷെല്ല് എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യണം. സബ് ഷെല്ല് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യണം. ഇനി സബ് ഷെല്ലിൻ്റെ കോൺഫിഗറേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇതേവരെ പഠിച്ച കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്യും. എന്തൊക്കെയായിരുന്നു ഇന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവുമാണ്. അതിനകത്ത് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമ്മൾ നോക്കി. ഞാൻ പറഞ്ഞു 4 ടോപ്പിക്ക്: പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി അല്ലെങ്കിൽ സംയോജകത, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കിയത് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നോക്കി. പീരിയോഡിക് ടേബിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അതിനെ 4 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ പീരീഡിൽ നിന്നുള്ള കുറച്ച് എലമെൻസിനെയും 7ാമത്തെ പീരീഡിൽ നിന്നുള്ള കുറച്ച് എലമെൻസിനെയും കൂടി കൊണ്ട് ഒരു അറേഞ്ച്മെൻറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. അപ്പം അതാണെന്ത് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ് സീരീസും അവർ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേര് നമ്മൾ പറഞ്ഞ് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പറഞ്ഞു ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 to 12 വരെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 13ാമത്തേത് ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലോജൻസ്, 18 എന്താ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ടോട്ടൽ 118 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച എലമെൻറ്റ്സ് എന്ന ഓർഗനസോണാണ്. പിന്നെ 1 തൊട്ട് 94 വരെയുള്ള, 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഈക്വൽ, അത് ജസ്റ്റ് ഓർത്തോ. അപ്പോൾ 1 തൊട്ട് 94 വരെയുള്ള എലമെൻറ്റ്സ് നാച്ചുറലി സിന്തസൈസ്ഡ് ആണ്. 95 മുതൽ 118 വരെയുള്ള എലമെൻറ്റ്സിനെ ലബോറട്ടറി സിന്തസൈസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്താണെന്ന് പറഞ്ഞു. അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടോ അത്ര തന്നെ നമ്പർ ഓഫ് ന്യൂട്രോണും കാണും. നമ്പർ ഓഫ് പ്രോട്ടോണും കാണും, അത്ര തന്നെ അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണോ? പിന്നെ നമ്മൾ പറഞ്ഞ ആറ്റത്തിൻ്റെ മോഡൽ ആദ്യം പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ഇപ്പം നിലവിൽ നമ്മൾ എടുക്കുന്നത് ബോറിൻ്റെ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡലിനകത്ത് ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഒരു മർമ്മസ്ഥാനമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. അതിനുള്ളിലാണ് ന്യൂട്രോണും പ്രോട്ടോണും ഇരിക്കുന്നത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റിവോൾവ് ചെയ്യുന്നതിനെ നമ്മൾ ഷെല്ലെന്ന് പറയും. നമുക്ക് മെയിൽ ഷെല്ല് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ ആൻഡ് എൻ ഷെൽ. അപ്പം ഏതൊരു കാര്യത്തിനും കപ്പാസിറ്റി ഉള്ളതുപോലെ നമ്മുടെ ഷെല്ലിനും എന്തുണ്ട്, മാക്സിമം എത്ര ഇലക്ട്രോൺസിനെയാണ് വെക്കാൻ പറ്റുന്നത് അത്രയും കപ്പാസിറ്റി കാണും. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² റൂളിലാണ്. അപ്പോൾ കെക്കകത്ത് മാക്സിമം 2 വരും, എല്ലിനകത്ത് 8 വരും, എമ്മിനകത്ത് 18 വരും, എന്നിനകത്ത് 32 വരും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സബ് ഷെല്ല് പറഞ്ഞു. സബ് ഷെല്ല് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും, എസ്, പി, ഡി, എഫ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് ഞാനൊരു വിത്തിൻ 2 ഡേയ്സ് അല്ല, മേ ബി നാളെ തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാനും മറക്കണ്ട.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ശരി, താങ്ക്സ്.